ഗോസ്റ്റി സ്പീച്ച് നമ്മളെ ചതിച്ചെന്ന സങ്കടത്തോടെ നമ്മൾ തളരാണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. സി കേവ് പോയിന്റിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് മാറി കേവ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിൽ നിർത്തി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനാണ് പ്ലാന്. പക്ഷേ ഒരു അന്യായ വ്യൂ ആ ഇവിടെ ഇല്ല കേട്ടോ. കാണിച്ചു തരാൻ ഒരു റിവർ സൈഡ് പാർക്ക്, ഇതിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. കിടിലോ അല്ലേ? പക്ഷെ നല്ല വെയിലുണ്ട്. വെയിലില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഈ പാർക്കിൻ്റെ എൻഡിൽ കുറേ ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. ഇപ്പോൾ നമ്മളെ ടേബിൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലെ പാർക്കിൽ ഇതുപോലെ ടേബിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ബാർബിക്യൂ ഫെസിലിറ്റി ആട്ടോ. മിക്ക പാർക്കിൽ ഇതുപോലെ ബാർബിക്യൂ ഫെസിലിറ്റീസ് കാണും. മീൻ വൈൽ അച്ചു അൺപാക്കൊക്കെ ചെയ്തു പ്ലേറ്റിൽ ഫുഡൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അവിടെ തന്നെ വ്യൂ ആട്ടോ, കിടിലം വ്യൂ. അയ്യ അച്ചു എന്താ ഫുഡ്? ചപ്പാത്തിയും ചിക്കൻ കറിയും. അത് കൂടാണ്ട് വേറെ ഒന്നില്ലേ? സൂമൊന്നും ചെയ്യണ്ട. അത് കൂടാണ്ട് വേറെ ഒന്നില്ലേ? കൊൽക്കട്ട. കൊൽക്കട്ടയോ? കൊൽക്കട്ട കൊൽക്കട്ട അഹമ്മദാബാദ് അരിയുണ്ട. കൊൽക്കട്ട. അതായത് നമ്മളെ കാസർഗോഡ് ഭാഷയിൽ പറയുകയാണെങ്കിൽ കടമ്പ്. നൈസ്. ചപ്പാത്തി ആൻഡ് ചിക്കൻ. ഒരു ചപ്പാത്തിയേ ഉള്ളൂ, പക്ഷെ നമ്മളതിൽ കടമ്പും കൂടിയിട്ട്, അതായത് കൊൽക്കട്ട അല്ലെങ്കിൽ അരിയുണ്ട. ഇതാണ് അച്ചുവിൻ്റെ കൊൽക്കട്ട അല്ലെങ്കിൽ അരിയുടെ ഉണ്ട. കൊൽക്കട്ട. കൊഴക്കട്ട, നോട്ട് കൊൽക്കട്ട. ഈ പാർക്കിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഫാമിലി പോലെ. അവരിവിടെ വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ഇപ്പം നമ്മൾ ഗോസ്റ്റീസ് ബീച്ച് അങ്ങ് നമ്മൾ ഗോസ്റ്റ് ചെയ്തു. അവിടെ ബീച്ച് കാണാൻ പറ്റിയില്ല. ഇപ്പം നമ്മളങ്ങനെ കേവ്സ് ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. കേവ്സ് ബീച്ച് കാണാൻ പറ്റുമോ അറിയില്ല, നമുക്ക് പോയി നോക്കാം കേവ്സ് മറ്റോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. അവിടെ ആക്ച്വലി ഒരു വലിയ കേവൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗൂഗിൾ ഇമേജസിൽ ആ ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. സോ വി ഹോപ്പ് അവിടെ ആ ബീച്ച് ഉണ്ടാവും. ഉണ്ടായാൽ മതിയായിരുന്നു. ബീച്ചുണ്ട്, ബീച്ചുണ്ട്, പക്ഷേ ആ കേവും കാര്യങ്ങളൊക്കെ വേണ്ടേ? നമ്മളിപ്പോൾ ഓൾ ദ വേ നേരത്തെ പോയ എന്താ പറയുക ഗോസ്റ്റീസ് ബീച്ചിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സ് കൂടി ഇങ്ങോട്ട് വന്ന് ഇവിടെയാണ് കേവ്സ് ബീച്ചുള്ളത്. അപ്പോൾ ഇത് ഇന്നത്തെ മിക്കവാറും ലാസ്റ്റ് പോയിന്റ് ആയിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് ടയർഡൊക്കെ. ഇതാണ് കേവ്സ് ബീച്ച്. അയ്യോ, പട്ടീനെ കൊണ്ടുവരാൻ പാടില്ല. പട്ടിനെ കൊണ്ടുവന്ന 1000 രൂപ ഫൈൻ. $1000, $1100 ഫൈൻ. ഓ മൈ ഗാഡ്. Almost 60,000 rupees. Oh man. ഇതാണ് കേവ്സ് ബീച്ച്. ഇതോ കിടക്കുന്ന കേവ്. അവിടെയാണ് കേവ്. എന്താ വെള്ളം അല്ലേ? ബ്ലൂ കളർ. നമ്മളെ നാട്ടിലെ വെള്ളം കുറച്ചുകൂടി ഡാർക്കറാണ്. ഇവിടെ നീലയാണ്, എക്സാക്ട് നീല. നിങ്ങൾക്ക് നോക്കിയാ മനസ്സിലാവും. വെള്ളം വരുമ്പോ വെള്ളത്തിന്റെ അടിയിലുള്ള ഭാഗം കാണാൻ പറ്റും. സോ അത്രക്ക് ക്ലീൻ ആട്ടോ വെള്ളം. ഓക്കെ, ക്ലീൻ. ഈ കുട്ടി പൂഴി ഉപയോഗിച്ചിട്ട് എന്തോ കാസിൽ കെട്ടിയതാട്ടോ. അത് സേവ് ചെയ്യാൻ വേണ്ടി അവിടെ കിടന്നിരിക്കുക. കുഴി ഉണ്ടാക്കും. നല്ല ഹാർഡ് വർക്ക് ആണല്ലോ. അതെ, പണിയെടുക്കണ്ട്. പിള്ളേരെ പണിക്ക് നാട്ടിലേക്ക് വിളിച്ചാലോ?
ഇവിടെ ചെറുപ്പം തൊട്ടേ കുട്ടികളൊക്കെ കടലിൽ കൊണ്ടുപോയി സർഫിക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ ഇവിടുത്തെ പാരൻസിനൊക്കെ ഭയങ്കര ശുഷ്കാന്തിയാട്ടോ. ഈ കാണുന്നതാണ് ബ്ലൂ ബോട്ടിൽ ജെല്ലി ഫിഷ് എന്ന് പറയുന്ന സാധനം. ഇത് ആക്ച്വലി കുത്തിയാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് ബീച്ചസിൻ്റെ സൈഡ് കണ്ട അതിൻ്റെ അടുത്ത് പോകാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ കേവ് ബീച്ചിലെ കേവിൻ്റെ അടുത്തെത്തിയിട്ടോ. ഇതാണ് കേവ് ബീച്ച്. ഈ കേവ് ബീച്ച് ആക്സസ് ചെയ്യാൻ ലോ ടൈഡ് ഉള്ള ദിവസം മാത്രമേ പറ്റൂ. ബാ കമോൺ, ഇതിലെ പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. നമുക്ക് ഭാഗ്യമില്ലതുകൊണ്ട് ഇന്നൊരു ലോ ടൈഡ് ഡേ ആട്ടോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഈ കേവിൻ്റെ അകത്ത് തന്നെ പല ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്പണിംഗ് വഴി പുറത്തോട്ട് പോവുക. അപ്പോൾ ഈ ഓപ്പണിംഗ് വഴി നമ്മൾ പോയാൽ ഈ കേവിൻ്റെ അപ്പുറത്തെ സൈഡിലെത്താൻ പറ്റും. വെൽക്കം ടു ദ അതർ സൈഡ് ഓഫ് ദ വേൾഡ്. കണ്ടോ, വെഡിങ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുവാ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഇല്ല, വേറൊരു പാസേജ് അപ്പോൾ ഇതിലൂടെ കൂടി നമുക്ക് അകത്തോട്ട് പോവാം. അപ്പോൾ ഈ കേവിലെ കൂടെ തന്നെ കുറേ പാസേജസ് ഉണ്ട്, ഇതുപോലെ വലുതും ചെറുതുമായ പാസേജസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. അതുവരയ്ക്കും ബൈ.